പാർട്ടിയുടെ തീരുമാനത്തെ എം.എൽ.എമാരും പാർട്ടിയും എല്ലാം അംഗീകരിക്കും. അതിനകത്തൊന്നും ആർക്കും തർക്കമില്ല. തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഞങ്ങൾക്കുള്ള ഒരു പ്രയാസം നവമാധ്യമങ്ങളിലും ചില മാധ്യമങ്ങളിലും AICC ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാലിനെതിരായിട്ട് വ്യാപകമായ ആക്ഷേപങ്ങൾ വന്നിട്ടുണ്ട്. അത് ബോധപൂർവമായിട്ട് സൃഷ്ടിച്ചതാണ്. അദ്ദേഹം അങ്ങനെയുള്ളൊരു നേതാവല്ല. അദ്ദേഹം വളരെ പടിപടിയായി വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിലെ ആ കാലത്ത് അതിൻ്റെ തലപ്പത്ത് വന്ന് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വന്ന നേതാവാണ്. MLA ആയും മന്ത്രിയായും കേന്ദ്രമന്ത്രിയായും MP ആയും കേരളത്തിലും ഇന്ത്യയിലും കഴിവ് തെളിയിച്ച നേതാവാണ്. VD സതീശനും രമേശ് ചെന്നിത്തലയും ശ്രീ KC വേണുഗോപാലും എല്ലാവരും കഴിവ് ഉള്ള നേതാക്കളാണ്. ഞങ്ങൾക്കെല്ലാം ഇഷ്ടമുള്ള നേതാക്കളാണ്. പക്ഷേ ഇവിടെ KC വേണുഗോപാൽ എന്തോ മഹാ അപരാധം കാണിച്ചു. അദ്ദേഹം തെറ്റ് കാണിച്ചു. അദ്ദേഹം ഈ സ്ഥാനത്തിന് ആഗ്രഹിക്കുന്നതിനോ അല്ലെങ്കിൽ പരിഗണിക്കുന്നതിനോ പാടുള്ള ആളല്ല എന്ന ബോധപൂർവമായ ചർച്ചകൾ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ചില കേന്ദ്രങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചു. അതാണ് ഇവിടെ വലിയ ചർച്ചയായപ്പെട്ടത്. അതിൽ ചില മാധ്യമങ്ങളും അതിന് നേതൃത്വം കൊടുത്തു എന്നുള്ളത് കോൺഗ്രസിനകത്ത് വലിയൊരു വിഭാഗം നേതൃത്വത്തിന് അമർഷമുണ്ട്. ജനങ്ങളെന്ന് പറയുമ്പോൾ സാധാരണ ജനങ്ങൾ ഇത്തരം ചർച്ചകൾ സ്വാഭാവികമായിട്ട് വരുന്നതിനെ വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പാർട്ടി ഒരു അന്വേഷണം നടത്തേണ്ടതാണ് എന്നാണ് ഞങ്ങൾക്ക് കുറച്ച് MLA-മാർക്ക് അഭിപ്രായമുള്ളത്. ഈ തെരുവിലിറങ്ങി പ്രകടനം നടത്തി, ഫ്ലെക്സ് ബോർഡുകൾ വെച്ചു, വാദപ്രതിവാദം നടത്തി, സോഷ്യൽ മീഡിയയിൽ അങ്ങനെയുള്ള ക്യാമ്പയിൻ ചില കേന്ദ്രങ്ങളിൽ നിന്ന് തുടങ്ങിയിരുന്നു. ആ ക്യാമ്പയിനുകളെ സജീവമായി അങ്ങ് തന്നെ പറഞ്ഞതുപോലെ ചില ഘടകകക്ഷികളെ കൊണ്ടുപോലും സമ്മർദ്ദത്തിനുള്ള ശ്രമം നടത്തി. അതങ്ങനെ കോൺഗ്രസിൻ്റെ കീഴ്വഴക്കത്തിന് നിരക്കാത്ത പല സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇത്തരക്കാർക്കെതിരെയുള്ള കർശനമായ നടപടി പാർട്ടിയിൽ നിന്നുണ്ടാവും. അത് ഈ പാർട്ടി അതിനെക്കുറിച്ചൊരു പുനർവിചിന്തനം നടത്തേണ്ടത് അനിവാര്യമാണ്. കാരണം ഏതൊരു പാർട്ടിക്കും പാർട്ടിയുടെ സംവിധാനങ്ങളുണ്ട്, അതിൻ്റെ വേദികളുണ്ട്, നിയമസഭാ കക്ഷി ഉണ്ട്, പാർട്ടിയുണ്ട്, ഓരോ രീതികളുണ്ട്. പക്ഷേ അത് VD സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നതിൽ ഞങ്ങൾക്കെല്ലാം സന്തോഷമേ ഉള്ളൂ. അദ്ദേഹം ഞങ്ങളെയൊക്കെ കാലഘട്ടത്തിൽ KSUവിലൂടെ വന്ന ആളാണ്. ഇത് ഒരു വ്യക്തിക്ക് എതിരെ നടന്ന നവമാധ്യമങ്ങളിൽ നടന്ന അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങൾ.